Hi students, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 3യിലുള്ള ബൈനറി ട്രീ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഡ്രോ ദ ബൈനറി ട്രീ ഹൂസ് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ ബിലോ. സോ ഒരു സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ട്രീ കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുന്നേ ബൈനറി ട്രീ എന്താണെന്നുള്ളത് നോക്കാം. A binary tree can also be defined as a finite set of nodes such that the tree is empty. ഓക്കെ, ബൈനറി ട്രീ എന്ന് പറയുന്നത് എംപ്റ്റി ട്രീ പോസിബിൾ ആണ്. ഓക്കെ, ഒരു നോഡും ഇല്ലെങ്കിൽ അത് എംപ്റ്റി ബൈനറി ട്രീ ആണ്. അല്ലെങ്കിൽ എന്താണ്, ദ ട്രീ കണ്ടെയ്ൻസ് അല്ലെങ്കിൽ ദ ട്രീ കണ്ടെയ്ൻസ് എ സ്പെഷ്യൽ ഡെസിഗ്നേറ്റഡ് നോഡ് കോൾഡ് ദ റൂട്ട് ഓഫ് ടി and the remaining nodes of the tree form two disjoint binary trees T1 and T2 which are called left subtree and right subtree respectively. ഒരു നോഡ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു സാമ്പിൾ ബൈനറി ട്രീ ആണ്, ഇതാണ് റൂട്ട് നോഡ്. ഓക്കെ, ബാക്കി റിമൈനിങ് നോട്ട്സിനെ നമുക്ക് രണ്ട് ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റാണ്, ദറ്റ് ഈസ് ലെഫ്റ്റ് സബ്ട്രീ ഓഫ് ദാറ്റ് നോഡ്. ഈ റൂട്ടിൻ്റെ റൈറ്റ് സബ് ട്രീ എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റ് ബ്രാഞ്ചിലുള്ള എല്ലാ നോട്ട്സും അതിൻ്റെ റൈറ്റ് സബ് ട്രീയിൽ വരും. ഓക്കെ, ടു ഡിസ്ജോയിൻറ്റ് ബൈനറി ട്രീസ് ആണ് ഈ ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും, ദേ ആർ ഓൾസോ ബൈനറി ട്രീസ് ആണ്. ഓക്കെ ഓക്കെ ഇതൊരു ഡെഫിനിഷനാണ്. അപ്പോൾ ഇതൊരു ബൈനറി ട്രീയുടെ എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. എനി നോഡ് ഇൻ ബൈനറി ട്രീ ഹാസ് ഐദർ 0, 1 or 2 സക്സസേഴ്സ്. ഇപ്പോൾ ഏതൊരു നോഡാണെങ്കിലും അതിന് ചൈൽഡ് നോട്ട്സ് അല്ലെങ്കിൽ സക്സസേഴ്സ് എന്ന് പറയുന്നത് 0 ആവാം, 1 ആവാം, 2 ആണ്. സോ മാക്സിമം ഇൻ എ ബൈനറി ട്രീ എ നോഡ് ക്യാൻ ഹാവ് അറ്റ് മോസ്റ്റ് 2 ചിൽഡ്രൻ. മാക്സിമം 2 ചിൽഡ്രൻ വരെ ഒരു ബൈനറി ട്രീയിൽ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ ഏതെങ്കിലും ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ മാക്സിമം 2 ബ്രാഞ്ചസ്, അതിൽ കൂടുതൽ നമുക്ക് അവിടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ സക്സസർ നോട്ട്സ് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, എ ട്രീ ക്യാൻ നെവർ ബി എംപ്റ്റി ബട്ട് ബൈനറി ട്രീ മേ ബി എംപ്റ്റി. A tree can have any number of children, but binary tree can have a node can have at most 2 children. Okay, properties ഓർത്ത് വയ്ക്കാം. സോ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ബൈനറി ട്രീ, ലീനിയർ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അറേ റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീ എന്ന് പറയും. സോ ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. സെക്കൻഡ് റെപ്രസെൻറ്റേഷൻ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീ ആണ്. ഓക്കെ, സോ ലീനിയർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ബൈനറി ട്രീ. ഓക്കെ, ക്വസ്റ്റ്യനിൽ ബൈനറി ട്രീ തന്നിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് അറേ റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. സപ്പോസ് നമുക്കൊരു ബൈനറി ട്രീ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഡെക്സിങ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇൻഡെക്സിങ് സ്റ്റാർട്ട്സ് ഫ്രം 1. ഓക്കെ, 1, 2, 3, 4, 5, 6, 7. നമുക്കറിയാം ഒരു നോഡ് ഉണ്ടെങ്കിൽ മാക്സിമം 2 ചൈൽഡ് നോട്ട്സ് വരെ പോസിബിൾ ആണ്. സോ നമുക്ക് ഇൻഡെക്സിങ് ഇവിടെ 8, 9, ഇവിടെ 10, 11, 12, 13, 14, 15 വരെ കൊടുക്കാം. ഓക്കെ, സോ കറസ്പോണ്ടിങ് നമ്മുടെ അറേ ഇൻഡെക്സ് 1 തൊട്ട് ഇപ്പോൾ 16 വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ഓരോ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് 1 എന്നുള്ള ലൊക്കേഷനിൽ പ്ലസ് സ്റ്റോർ ചെയ്യാം, 2 എന്നുള്ള ലൊക്കേഷനിൽ മൈനസ് സ്റ്റോർ ചെയ്യാം, 3rd ലൊക്കേഷനിൽ സ്റ്റാർ എന്നുള്ള സിമ്പിൾ സ്റ്റോർ ചെയ്യാം, ദെൻ ABC/. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം 8, 9, 10, 11, 12, 13 അത്രയും സ്ലോട്ട് വേക്കൻ്റ് ആണ്. സോ നമ്മളവിടെ ഒന്നെങ്കിൽ ഡോട്ട് അല്ലെങ്കിൽ ഹൈഫൺ ഇട്ടിട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, ദെൻ ഫൈനലി D 14 and 15 D and E. സോ നമുക്ക് കറസ്പോണ്ടിങ് ബൈനറി ട്രീയുടെ അറേ റെപ്രസെൻറ്റേഷനായി. സോ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ലീനിയർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? This representation is static in nature ആണ്. The block of memory for an array is allocated before storing the actual tree. നമുക്കറിയാം അറേ എന്ന് പറയുന്നത് നമ്മൾ കമ്പൈലേഷൻ ടൈമിൽ തന്നെ അറേയുടെ സൈസ് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. സോ സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ. വൺസ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ദ സൈസ് ഓഫ് ദ ട്രീ വിൽ ബി ഫിക്സ്ഡ്. സോ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈസ്, അപ്പോൾ അറേ ഓഫ് സൈസ് 20 ആണെങ്കിൽ 20 നോട്ട്സ് വരെ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. The nodes are stored level by level starting from the 0th level. നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ട്രീ എടുക്കുകയാണെങ്കിൽ ഇത് ലെവൽ 0 ആണ്, ദെൻ ലെവൽ 1, ദെൻ ലെവൽ 2, ലെവൽ 3.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ അറയിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ലെവൽ 0-ലുള്ള എലമെൻറ്റ് അറയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ലെവൽ 1-ലുള്ള എലമെൻറ്റ് നെക്സ്റ്റ് സ്റ്റോർ ചെയ്തു, നെക്സ്റ്റ് ലെവൽ 2-ലുള്ള എലമെൻറ്റ്സ് ആ ഓർഡറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് പോണത്. The root node is stored in the starting memory location as the first element of the array. So നമ്മുടെ അറേ റെപ്രസെൻറ്റേഷനിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് റൂട്ട് നോഡ് ഓഫ് ദി ട്രീ ആയിരിക്കും. Then rules for storing elements in binary tree. Okay, assume that the array index starts from 1. ഇപ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, ഇത് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. The root node is at location 1. Suppose അറേ ഫസ്റ്റ് നോഡ് സ്റ്റോർ ചെയ്തേക്കുന്നത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 1 ആണെന്ന് അസ്യൂം ചെയ്യാം. ഫോർ എനി നോഡ് വിത്ത് ഇൻഡെക്സ് ഐ എന്നുള്ള ഇൻഡെക്സ് ആണെങ്കിൽ ഒരു നോഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാരൻറ്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. പാരൻ്റ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ്? i/2 അതിൻ്റെ ഫ്ലോർ വാല്യൂ ആണ്. ഫ്ലോർ വാല്യൂ മീൻസ് കറസ്പോണ്ടിങ്, ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 3.5 ആണെങ്കിൽ അതിൻ്റെ ഫ്ലോർ വാല്യൂ എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്തിട്ട് ലോവർ വാല്യൂവിലേക്ക് റൗണ്ട് ചെയ്തിട്ട് 3 ആയിരിക്കും. ഓക്കെ, ഫോർ i = 1 ദർ ഈസ് നോ പാരൻറ്റ്, റൂട്ട് നോഡിന് പാരൻറ്റ്. സെക്കൻഡ് വൺ, ലെഫ്റ്റ് ചൈൽഡ് ഓഫ് i എന്ന് പറയുന്നത് = 2i ആണ്. അപ്പോൾ ith ഇൻഡെക്സിലുള്ള ഒരു നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ 2 times i ആണ്. If the value 2 times i is greater than n, then it has no left child. Then right childൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ right child of i is equal to 2i plus 1. If 2i plus 1 is greater than 1, then it has no right child. Okay, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഓർത്ത് വയ്ക്കാം. ദെൻ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ. സോ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു ബൈനറി ട്രീ തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഇൻഡെക്സിങ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ 1 ആണെങ്കിൽ 1 2 3 4 5. ദെൻ ഇവിടെ നമുക്ക് ഇതിനകത്ത് ഒരു ലെഫ്റ്റ് ചൈൽഡ് പോസിബിൾ ആണ്. സോ 6th സ്ലോട്ട്, ബട്ട് അവിടെ നോഡില്ല. ഓക്കെ, ദെൻ 7. ദെൻ ഇവിടെയാണെങ്കിൽ 8th സ്ലോട്ട്, ദെൻ 9 10 11. ഇവിടെ ഒരു നോഡ് 6th ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? കറസ്പോണ്ടിങ് 12 and 13 ഉണ്ടായിരിക്കും. ദെൻ ഇത് 14, ഇവിടെ 15. ഓക്കെ, സോ കറസ്പോണ്ടിങ് ലെവൽ ബൈ ലെവലായിട്ട് നമുക്ക് ഇനി ഫില്ല് ചെയ്യാം. സോ 45 22 77 11 30. 6th ലൊക്കേഷൻ ഫ്രീ ആണ്. ദെൻ 90. 8th ലൊക്കേഷൻ ഫ്രീ ആണ്. ദെൻ 15 25 11 12 13 ഫ്രീ സ്ലോട്ട്സ് ആണ്. 88. ഓക്കെ, ദെൻ 50th സ്ലോട്ട് അതും വേക്കൻ്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു ബൈനറി ട്രീ ടു കറസ്പോണ്ടിങ് അറേ റെപ്രസെൻറ്റേഷൻ എളുപ്പമാണ്. സോ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി, ഇപ്പോൾ ഏതെങ്കിലും ഒരു നോഡ് എടുക്കാം. നമുക്ക് സപ്പോസ് ഇതാണ് നമ്മുടെ നോഡ് എടുക്കാം. ഇപ്പോൾ ഈ നോഡിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് നോഡിൻ്റെ പാരൻറ്റ് നോഡിൻ്റെ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? പാരൻറ്റ് ഓഫ് i is equal to i/2 ആയിരുന്നു ഫ്ലോർ വാല്യൂ. ദാറ്റ് ഈസ് 5/2 അതിൻ്റെ ഫ്ലോർ വാല്യൂ നമുക്ക് 2.5 ആണ് കിട്ടാം. അതിൻ്റെ ലോവർ വാല്യൂ 2 ആണ്. അപ്പോൾ സെക്കൻഡ് ലൊക്കേഷനിലാണ് കറസ്പോണ്ടിങ് പാരൻറ്റ്. നമുക്ക് 22 എന്നുള്ള എലമെൻ്റ് അവിടെ കിട്ടും. ഓക്കെ, അറേയുടെ നെയിം വെച്ച് നമുക്ക് ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞാൽ അറേ എലമെൻ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ കറസ്പോണ്ടിങ് i എന്നുള്ള നോഡ്, ഐയുടെ ഇൻഡെക്സ് 5 ആണ്. കറസ്പോണ്ടിങ് നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എങ്ങനെയാണ് നോക്കാം? 2 times i ആണ്. സോ 2 times i എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 10th ഇൻഡെക്സ് ആണ്. സോ ലെഫ്റ്റ് ചൈൽഡ് 10th ലൊക്കേഷനിലുണ്ട്. റൈറ്റ് ചൈൽഡ് 2i plus 1 ആണ്. 2i plus 1 മീൻസ് നമുക്ക് 11 ആണ് കിട്ടുക. സോ 11th സ്ലോട്ടിൽ അവിടെ എലമെൻ്റ് ഇല്ല. ഓക്കെ, സോ ഇത്രയും പ്രോപ്പർട്ടീസ് അറിഞ്ഞു വയ്ക്കാം. സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എനി നോഡ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനി അതർ നോഡ് ബൈ കാൽക്കുലേറ്റിംഗ് ദ ഇൻഡെക്സ്. സോ അറേ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് റാൻഡംലി ആക്സസ് ചെയ്യാൻ പറ്റും. ഡാറ്റ ആർ സ്റ്റോർഡ് സിംപ്ലി വിത്തൗട്ട് എനി പോയിൻറ്റേഴ്സ് ടു ദിയർ സക്സസർ ഓർ പ്രെഡിസസ്. സോ ഇവിടെ നമ്മൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ. അതായത് ബേസിക്, ഫോർട്രാൻ അതിലൊക്കെ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ പോസിബിൾ അല്ല. സോ അവിടെ അറേ റെപ്രസെൻറ്റേഷൻ ഈസ് ഓൺലി പോസിബിൾ. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അതർ ദാൻ ഫുൾ ബൈനറി ട്രീസ്, മെജോറിറ്റി ഓഫ് ദ അറേ എൻട്രീസ് മേ ബി എംപ്റ്റി.
ഇപ്പോൾ ഫുൾ ബൈനറി ട്രീസ് ആണെങ്കിൽ എല്ലാ ലൊക്കേഷൻസിലും എലമെൻറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും. ബട്ട് യൂഷ്വലി സാധാരണ നോർമൽ ബൈനറി ട്രീസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചില സ്ലോട്ട്സിൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കില്ല ചില നോട്ട്സിൽ. സോ മെജോറിറ്റി ഓഫ് ദ അറേ എൻട്രീസ് എം ടി ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. ഇറ്റ് അലോസ് ഓൺലി സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ. It is not possible to enhance the tree structure if array size is limited. നമുക്കറിയാം അറേ നമുക്ക് സ്റ്റാറ്റിക് അലോക്കേഷൻ ആണ്. സോ ഇനീഷ്യലി മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സപ്പോസ് അറേയുടെ സൈസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അറേയുടെ സൈസ് സപ്പോസ് എ ഓഫ് 20 ആണെങ്കിൽ നമുക്ക് 20 എലമെൻറ്റ്സ് മാത്രമേ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഫർദർ നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇൻസേർട്ടിങ് എ ന്യൂ നോഡ് ആൻഡ് ഡിലീഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് നോഡ് ഈസ് ഡിഫിക്കൾട്ട് ബിക്കോസ് ഇറ്റ് റിക്വയർ കൺസിഡറബിൾ ഡാറ്റ മൂവ്മെൻറ്റ്. അപ്പോൾ അറേയുടെ അകത്ത് ഇൻസേർട്ട് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക ആ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും, ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും എലമെൻറ്റ്സിനൊക്കെ. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡ്രോ ദ ബൈനറി ട്രീ ഹൂസ് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ ബിലോ. സോ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അറേ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്, നമുക്ക് ബൈനറി ട്രീ കൺസ്ട്രക്ട് ചെയ്യണം. സോ നമുക്കറിയാം അറേ റെപ്രസെൻറ്റേഷനിൽ സ്റ്റാർട്ടിംഗ് എലമെൻറ്റ് നമ്മുടെ റൂട്ട് നോഡാണ്. സോ റൂട്ട് നോഡ് ഈസ് സ്റ്റോർഡ് അറ്റ് ലൊക്കേഷൻ 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം റൂട്ട് നോഡ് വരച്ചു. ദെൻ നമുക്കറിയാം ഒരു നോഡിന് മാക്സിമം 2 ചൈൽഡ് നോഡ്സ് ആണ് പോസിബിൾ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പിന്നെ ലെവൽ ബൈ ലെവലായിട്ടാണ് സ്റ്റോർ ചെയ്യാം. സോ നെക്സ്റ്റ് 2 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിൽ ബി എഴുതി, റൈറ്റ് ചൈൽഡിൽ സി എഴുതി. കാരണം നമുക്കറിയാം അറേയുടെ എ എന്ന് പറയുന്നത് 1 ഫസ്റ്റ് ഇൻഡെക്സ്, ബി സെക്കൻഡ് ഇൻഡെക്സ്, സി എന്ന് പറയുന്നത് തേർഡ് ഇൻഡെക്സ് ആണ്. ദെൻ ഫോർത്ത് ഇൻഡെക്സ് വാക്കൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഫോർത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ബിയുടെ ലെഫ്റ്റ് ചൈൽഡാണ്. ഓക്കെ, അവിടെ എലമെൻ്റ് ഇല്ല. സോ നമ്മളവിടെ ബ്രാഞ്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. ദെൻ ഫിഫ്ത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ബിയുടെ റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ ഡി വരച്ചു. നെക്സ്റ്റ് സിക്സ്ത് വൺ ഇവിടെയാണ്, സിക്സ്ത് ലൊക്കേഷനിൽ എലമെൻറ്റ് ഇ ആണ്, ഇ വരച്ചു. ദെൻ സെവൻത്ത് സ്ലോട്ട് ഫ്രീ ആണ്. സോ നമുക്ക് സിയുടെ റൈറ്റിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 7 വരെയുള്ള സ്ലോട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി 8, 9 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് ഇവിടെ ഒരു എം ടി നോഡാണ്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് 8ഉം 9 ആ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഫ്റ്റും റൈറ്റും ആണ് 8, 9 എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ദെൻ 10 എന്ന് പറയുന്നത് ഡിയുടെ ലെഫ്റ്റ് ആണ്, അവിടെയും എം ടി നോട്ട്സ് ഒന്നും എലമെൻറ്റ്സ് ഇല്ല. ദെൻ 11th സ്ലോട്ടിലും ഒന്നുമില്ല. സോ നമുക്ക് ഡി വരെയുള്ള നോട്ട്സിന് താഴെ ചൈൽഡ് നോട്ട്സ് ഇല്ല. ദെൻ 12th ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇയുടെ ലെഫ്റ്റിലാണ് 12th ലൊക്കേഷൻ. അവിടെ നമ്മൾ 12th ലൊക്കേഷനിലുള്ള എലമെൻറ്റ് ഫില്ല് ചെയ്തു. ദെൻ 13 എന്ന് പറയുന്നത് അടുത്ത സ്ലോട്ടാണ്. സോ അവിടെ നമ്മൾ ജി ഫില്ല് ചെയ്തു. ദെൻ ഇവിടെ ഒരു നോഡ് ആക്ച്വലി വരേണ്ടതാണ്, അതിന് കറസ്പോണ്ടിങ് 14 and 15 സ്ലോട്ട്. സോ അവിടെയും എലമെൻറ്റ്സ് ഇല്ല. സോ നമ്മുടെ ഫൈനൽ കൺസ്ട്രക്ട് ചെയ്ത ട്രീ ഈ ഒരു ഫോമിലാണ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.